നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ നടപടി കടുപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രധാന പ്രതിയായിട്ടുള്ള വീണ വിജയൻ്റെ, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ ഡിജിറ്റൽ ഡിവൈസുകൾ, മൊബൈൽ ഫോണും മറ്റ് ഡിജിറ്റൽ ഡിവൈസുകളുമെല്ലാം പരിശോധനയ്ക്കിടെ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിരുന്നു. ഈ ഡിജിറ്റൽ ഡിവൈസുകളിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് സൂചന. ഡിജിറ്റൽ ഡിവൈസുകളിൽ നിന്നും ആദ്യം പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത ഡിവൈസുകളിൽ നടത്തിയിരുന്നു. അതിനുശേഷം ഫോറൻസിക് പരിശോധനയ്ക്കായി ഈ ഡിവൈസുകൾ അയച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഡിജിറ്റൽ ഡിവൈസുകളിൽ നിർണായകമായ വിവരങ്ങളും തെളിവുകളുമുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. മാസപ്പടി കേസിൽ, അതായത് CMRL എന്ന കമ്പനിയിൽ നിന്നും പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് കോടികൾ ഒഴുകിയെത്തിയെന്നും എന്നാൽ എക്സാലോജിക്ക് ഇതിന് സമാനമായ യാതൊരുവിധ സേവനങ്ങളും CMRLന് നൽകിയിട്ടില്ല എന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കണ്ടെത്തിയത് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുന്ന അധികാരം അവർക്കില്ലാത്തതിനാൽ പിന്നീട് ഇത് SFIO അന്വേഷണത്തിലേക്ക് പോവുകയായിരുന്നു. SFIO ആണ് ഈ കൃത്യമായ ഇതിന് പിന്നിലുള്ള അട്ടിമറികളെക്കുറിച്ച് അന്വേഷിച്ചിരിക്കുന്നത്. ഇനിയും ഇതിൻ്റെ കള്ളപ്പണ ഇടപാടുകളിലേക്ക് കടക്കണമെങ്കിൽ EDയുടെ അന്വേഷണം ആവശ്യമാണ്. അങ്ങനെയാണ് ED രംഗത്തെത്തുന്നത്. 2024 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത്. എന്നാൽ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. കാരണം പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അന്ന്. എന്നാൽ മുഖ്യമന്ത്രി പദം നഷ്ടമായതോടുകൂടി, LDFന് അധികാരം നഷ്ടമായതോടുകൂടി ഈ കേസിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. ആ ഹൈക്കോടതി ഉത്തരവിൻ്റെ പിൻബലത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് 2 വർഷങ്ങൾക്ക് ശേഷം ആദ്യ റെയ്ഡ് ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത് എന്നാണ് സൂചന. മുൻമന്ത്രിയും പിണറായി വിജയൻ്റെ മരുമകനും വീണ വിജയൻ്റെ ഭർത്താവുമായ മുഹമ്മദ് റിയാസിൻ്റെ കുടുംബ വീട്ടിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയിരുന്നു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും നമ്മൾ കണ്ടതാണ്. പ്രതിഷേധം തിരുവനന്തപുരത്ത് അക്രമാസക്തമായി. ED ഉദ്യോഗസ്ഥർ ഈ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരെ ഒരു കൂട്ടം CPM പ്രവർത്തകർ ആക്രമിച്ചു. വധശ്രമത്തിനടക്കമാണ് CPM പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ED സഞ്ചരിച്ചിരുന്ന 3 വാഹനങ്ങളും പൂർണ്ണമായി തകർത്തെറിയുകയായിരുന്നു CPM പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ കേസ് ഇപ്പോൾ വലിയ ഗുരുതര സ്വഭാവമുള്ളതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വധശ്രമമടക്കമുള്ള വകുപ്പുകളാണ് EDയുടെ പരാതിയിന്മേൽ CPM പ്രവർത്തകർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്ന് വ്യക്തം. അതിനു പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെതിരെ നടപടി കടുപ്പിക്കാൻ ഒരുങ്ങിയത്. യഥാർത്ഥത്തിൽ ഈ റെയ്ഡിന് ശേഷം CMRL ഉദ്യോഗസ്ഥരെയാണ് ചോദ്യം ചെയ്യാൻ ED പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഈ ഒരു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ED പദ്ധതി മാറ്റുകയും ആദ്യം CMRLൻ്റെ അല്ലെങ്കിൽ ഈ കേസിൽ പ്രധാന പ്രതിയായിട്ടുള്ള വീണ വിജയനെ ചോദ്യം ചെയ്യാം എന്ന രീതിയിലേക്ക് കടക്കുകയുമാണ്. തീർച്ചയായും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ നടപടികൾ, വീണയ്ക്ക് സമൻസ് അയക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഈ കേസിൻ്റെ അനുകൂല സാഹചര്യം മുതലാക്കാനായിരിക്കും ED ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ ഈ വലിയ പരിശോധന, റെയ്ഡുകൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വസതിയിൽ നടക്കുമ്പോൾ പുറത്ത് വലിയ അക്രമം നടക്കുകയും കലാപത്തിലേക്ക് അത് നീങ്ങുകയും ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ഘട്ടത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ സാധിച്ചിരുന്നില്ലെന്നും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നും ED കോടതിയെ അറിയിക്കും. അങ്ങനെയാണ് എങ്കിൽ കോടതിക്ക് EDക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിക്കാനേ സാധിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് ഈ റെയ്ഡിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ, മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച നിർണായകമായ തെളിവുകൾ ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ റെയ്ഡുകളിൽ നിന്ന് ലഭിച്ച ലീഡുകളുടെ അടിസ്ഥാനത്തിലാവണം ഇപ്പോൾ വീണ വിജയൻ്റെ ലോക്കറുകൾ തുറന്നു പരിശോധിക്കാൻ ED തീരുമാനിച്ചിരിക്കുന്നു. വീണ വിജയനെ വിളിച്ചു വരുത്തി ഈ ലോക്കറുകൾ പരിശോധിച്ച്
ഇതിൽ നിന്നും അല്ലെങ്കിൽ ഈ അഴിമതിയിൽ നിന്നും സമ്പാദിച്ച എന്തെങ്കിലും ലോക്കറുകളിലുണ്ടോ എന്നായിരിക്കും ഇ ഡി പരിശോധിക്കുക. ഇതിനെക്കുറിച്ചുള്ള സൂചനകളും രേഖകളും എല്ലാം കിട്ടിയത് ഈ പരിശോധനയിലാണ് എന്ന് വ്യക്തമാവുകയാണ്. അതായത് ഈ പറയുന്ന കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു രേഖയും തെളിവും കിട്ടിയില്ലെന്നും ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുത്ത ശേഷമാണ് ഇവർ മടങ്ങിയത് എന്നുമാണ് CPM നേതാക്കൾ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഈ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇ ഡി തന്നെ നിർണായകമായ വിവരങ്ങളും മൊബൈൽ ഫോണുമൊക്കെ കിട്ടിയെന്ന വിവരം അന്നു തന്നെ പുറത്തുവിട്ടിരുന്നു. ഇതിൻ്റെ പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ മൊബൈൽ ഫോണിൽ നിന്നും നിർണായകമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെളിവുകളെ ഉപയോഗിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് ഇ ഡി കടക്കും. ഇതിൻ്റെ ആദ്യ നടപടി എന്നോളമാണ് ലോക്കറുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. എന്തായാലും വലിയ വിവാദമുണ്ടാക്കിയ, വലിയ രീതിയിൽ അക്രമങ്ങൾ ഉണ്ടാക്കിയ, ഇ ഡിക്കെതിരെ വലിയ പ്രതിഷേധം CPM രേഖപ്പെടുത്തിയ ആ റെയ്ഡുകൾ വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇതാ ഈ മാസപ്പടി കേസിൽ പ്രധാന വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകൾ സൂചിപ്പിക്കുന്നത്. 1.72 കോടി രൂപയാണ് CMRL എന്ന കമ്പനിയിൽ നിന്നും നേരെ വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് സൂചന. നേരെ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിൽ മാത്രമല്ല, വീണ വിജയൻ്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കും പണം വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ CMRLുമായി അടുത്ത ബന്ധമുള്ള CMRLൻ്റെ സഹോദര സ്ഥാപനമായ മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വീണ വിജയൻ 50 ലക്ഷത്തിലേറെ രൂപയുടെ കൈമാറ്റം വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് നടന്നിട്ടുണ്ട് എന്നും BJP നേതാവ് ഷോൺ ജോർജ് ആരോപിച്ചിട്ടുണ്ട്. ഇതെല്ലാം വിശദമായി പരിശോധിച്ചു വരികയാണ് ഇ ഡി. SFIOയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക, ഇതിൽ കള്ളപ്പണത്തിൻ്റെ അംശമുണ്ടോ എന്ന് സ്ഥിരീകരിക്കുക, ഇതുമാത്രമാണ് ഇ ഡിയുടെ ചുമതല. അതുകൊണ്ട് തന്നെ ഇ ഡി ഈ കേസിൽ നിർണായകമായ മുന്നേറ്റം നടത്തി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ നിർണായക തെളിവുകൾ വീണ വിജയൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു.